സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ നമസ്കാരം. ഓൺലൈൻ ക്ലാസുമായി എല്ലാവരും സുപരിചിതമായല്ലോ. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസുമായി ഇനിയും മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണ്. ആയതിനാൽ എല്ലാവരും ഓൺലൈൻ ക്ലാസുകൾ വളരെ ശ്രദ്ധാപൂർവം കാണുകയും മനസ്സിലാക്കുകയും വേണം. ഞാൻ പ്രദീപ് കുമാർ എം, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മീൻചന്തയിലെ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ എന്ന കോഴ്സിലെ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എക്യുപ്മെന്റുകളെ കുറിച്ചും അതിന്റെ ആവശ്യകതകളെ കുറിച്ചുമാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ധാരാളം ടെസ്റ്റ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ പവർ മീറ്ററും ലൈറ്റ് സോഴ്സും ഉപയോഗിച്ച് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കേടുപാടുകൾ പ്രാക്ടിക്കലിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. ടെസ്റ്റിംഗ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ടെസ്റ്റിംഗിന്റെ ആവശ്യകത എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. Why we need testing? Testing is employed to gauge the performance of fiber optical communication elements like cable, connector, flange, system, splicing, etc. ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന എലമെന്റ്സ് കേബിൾ, കണക്ടർ, പ്ലാൻ, സിസ്റ്റം, സ്പ്ലൈസിംഗ് എന്നിവയുടെ പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടി ടെസ്റ്റിംഗ് ആവശ്യമാണ്. കൺഫേം ദെയർ പെർഫോമൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ. മുകളിൽ പറഞ്ഞിട്ടുള്ള കോമ്പണന്റുകളുടെ പെർഫോമൻസ് സ്പെസിഫിക്കേഷനുമായി ഒത്തുനോക്കി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ടു ഫൈൻഡ് ഔട്ട് ദ ലോസസ് ഇൻ ദ സിസ്റ്റം. നേരത്തെ പറഞ്ഞിട്ടുള്ള കോമ്പണന്റുകളായ കേബിൾ, കണക്ടർ, എക്യുപ്മെന്റ്സ്, അതുപോലെ സ്പ്ലൈസിംഗ് എന്നിവയിൽ ചെറിയ ചെറിയ ലോസുകൾ ഉണ്ടാവാം. ഈ ലോസുകൾ നേരത്തെ തന്നെ കണക്കാക്കി അതിനനുസരിച്ച് ട്രാൻസ്മിറ്റിംഗ് പവർ നൽകേണ്ടതുണ്ട്. അതിനും ടെസ്റ്റിംഗ് ആവശ്യമാണ്. നെക്സ്റ്റ്, ടു ലൊക്കേറ്റ് ആൻഡ് റെക്ടിഫൈ ദ ഫാൾട്ട്സ്. കാലപ്പഴക്കം മൂലമോ കാലാവസ്ഥ വ്യതിയാനം മൂലമോ കേബിളുകൾ വളരെ ദൂരത്തേക്ക് ലൈ ചെയ്യുന്നതുകൊണ്ട് കേടുപാടുകൾ അല്ലെങ്കിൽ പൊട്ടാനോ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എവിടെയാണെന്ന് ഫാൾട്ട് കണ്ടുപിടിക്കുകയും എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാം. അതിനുവേണ്ടിയും ടെസ്റ്റിംഗ് ആവശ്യമാണ്. അടുത്തതായി ടെസ്റ്റ് എക്യുപ്മെന്റ്സ് ഏതെല്ലാമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ടെസ്റ്റ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ: പവർ മീറ്റർ, ലൈറ്റ് സോഴ്സസ്, വിഷ്വൽ ഫോൾട്ട് ലൊക്കേറ്റർ, ഇൻസ്പെക്ഷൻ മൈക്രോസ്കോപ്പ്, OTDR, ഒപ്റ്റിക്കൽ ലോസ് ടെസ്റ്റർ, കേബിൾ ട്രേസർ, ഫൈബർ ഐഡന്റിഫയർ, അറ്റോനേറ്റർ, ടോക്സെറ്റ്. ഇതിൽ പവർ മീറ്ററിനെ കുറിച്ചും ലൈറ്റ് സോഴ്സിനെ കുറിച്ചും ഇപ്പോൾ വിശദമായി ചർച്ച ചെയ്യാം. പവർ മീറ്റർ. വാട്ട് ഈസ് പവർ മീറ്റർ? Power meter is a simple meter used to measure optical power of light which is transferring via optical fiber cable. പവർ മീറ്റർ എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ പോകുന്ന പവർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഈ പവർ ഡെസിബിളിലാണ് മെഷർ ചെയ്യുന്നത്. എന്താണ് ഡെസിബൽ? 1 decibel is equal to 10 log measured power divided by reference power. നമ്മൾ സാധാരണയായി പവർ വാട്ടിലാണ് മെഷർ ചെയ്യാറ്. പക്ഷേ ഒപ്റ്റിക്കൽ
പവർസ് അല്ലെങ്കിൽ സൗണ്ടിന്റെ പവർ ഡെസിബലിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഡെസിബലും വാട്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് പരിശോധിക്കാം. അതൊരു കമ്പാരറ്റീവ് സ്റ്റഡിയോടുകൂടി പഠിക്കുമ്പോൾ നന്നായി മനസ്സിലാവും. നമുക്ക് നോക്കാം. -3 dBm ഈസ് ഇക്വൽ ടു 0.5 milliwatt. 0 dBm ഈസ് ഇക്വൽ ടു 1 milliwatt. +3 dBm ഈസ് ഇക്വൽ ടു 2 milliwatt. ഈ കമ്പാരിസണിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 0 dBm -3 dBm തമ്മിൽ വ്യത്യാസം എത്രയാണ്? 3 dBm കൂടുന്നു. -3 dBm നിന്ന് 0 dBm-ലാവാൻ 3 dBm കൂടുന്നു. അതേ സമയത്ത് പവർ 0.5 milliwatt എന്ന് 1 milliwatt ആവുന്നു. ഇപ്പോ പവർ 0.5ന്റെ ഇരട്ടിയായ 1 ആവുന്നു, 1 milliwatt ആവുന്നു. അതുപോലെ 0 dBm നിന്ന് +3 dBm ആവുമ്പോൾ പവർ 2 milliwatt ആവുന്നു, അവിടെയും ഇരട്ടിയാവുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. 6 dBm ആണെങ്കിൽ പവർ എത്രയായിരിക്കും? ഒന്ന് കണക്കൂട്ടി നോക്കൂ. 4 milliwatt ആവും. 2ന്റെ ഇരട്ടി 4. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇൻക്രീസ് ഓഫ് 3 dBm മീൻസ് actual received power is doubled. Power meters are calibrated at 3 standard wavelengths. പവർ മീറ്ററുകൾ 3 സ്റ്റാൻഡേർഡ് വേവ്ലെങ്തുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. 850 നാനോമീറ്റർ, 1300 നാനോമീറ്റർ, 1550 nanometer. In that, 850 to 1300 nanometer is used for multi-mode transmission. 1300 to 1550 nanometer is used for single mode transmission. എന്ന് വെച്ചാൽ 850 മുതൽ 1300 നാനോമീറ്റർ വരെ മൾട്ടി മോഡിനും 1300 മുതൽ 1550 നാനോമീറ്റർ വരെ സിംഗിൾ മോഡ് ട്രാൻസ്മിഷനും ഉപയോഗിക്കുന്നു. അടുത്തതായി ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി ഒരു പവർ മീറ്ററിലുള്ള കീകളെ പരിചയപ്പെടാം. ആദ്യമായി ഡിസ്പ്ലേ. ഇത് നമ്മൾ അളക്കുന്ന പവർ കൂടാതെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വേവ്ലെങ്ത് എന്നിവ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് പവർ ഓൺ സ്വിച്ച്. ഈ റെഡ് കളറിൽ കാണുന്ന സ്വിച്ച് നമ്മളുടെ പവർ മീറ്റർ ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ലാംഡ സ്വിച്ച്. ഇത് നമുക്ക് ആവശ്യമായ വേവ്ലെങ്തുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് യൂണിറ്റ് സ്വിച്ച്. ഇത് നമ്മൾ അളക്കുന്ന പവർ മൈക്രോവാട്ടിൽ വേണോ, dBm-ൽ വേണോ, dB-ൽ വേണോ, dBr-ൽ വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് റഫറൻസ് സ്വിച്ച്. ഇത് ഒരു പവർ മീറ്റർ ലൈറ്റ് സോഴ്സുമായി കണക്ട് ചെയ്യുമ്പോൾ പവർ മീറ്ററിന്റെ റീഡിംഗ് 0 ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് ബാക്ക് ലൈറ്റ് സ്വിച്ച്. ഇത് വെളിച്ചക്കുറവുള്ളപ്പോഴോ രാത്രികാലങ്ങളിലോ പവർ മീറ്റർ ഉപയോഗിക്കുമ്പോൾ ബാക്ക് ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊരു 3 സെക്കൻഡ് കണ്ടിന്യൂസ് ഓൺ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് പെർമനന്റായി ഓൺ കിട്ടുന്നു. അടുത്തത് സേവ് ബട്ടൺ. ഈ സേവ് ബട്ടൺ ഒരു 6 മുതൽ 8 റീഡിങ്ങുകൾ റെക്കോർഡ് ചെയ്യുന്നതിനും സേവ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് ഡിലറ്റ് ബട്ടൺ. ഈ ഡിലറ്റ് ബട്ടൺ റെക്കോർഡ് ചെയ്ത റീഡിങ്ങുകൾ മായ്ച്ചു കളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. കോമ്പണന്റ്സ് ഓഫ് പവർ മീറ്റർ. ഒരു പവർ മീറ്ററിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. എ ടിപ്പിക്കൽ ഒപ്റ്റിക്കൽ പവർ മീറ്റർ കൺസിസ്റ്റ് ഓഫ് എ കാലിബ്രേറ്റർ സെൻസർ, അതർവൈസ് ഡിറ്റക്ടർ, മെഷറിംഗ് ആംപ്ലിഫയർ ആൻഡ് ഡിസ്പ്ലേ. ഒരു ഒപ്റ്റിക്കൽ പവർ മീറ്ററിൽ ഒരു കാലിബ്രേറ്റർ സെൻസർ, മെഷറിംഗ് ആംപ്ലിഫയറും ഡിസ്പ്ലേയും ഉണ്ട്. അടുത്തതായി ഫംഗ്ഷൻ കീസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഒന്നുകൂടി നോക്കാം. പവർ ബട്ടൺ, യൂണിറ്റ് കീ, ബാക്ക് ലൈറ്റ് ബട്ടൺ, ഡെസിബൽ കീ, വേവ്ലെങ്ത് കൺട്രോൾ കീ, സേവ് കീ, ഡിലറ്റ് കീ. Next, what are the uses of power meter? Power meter is used to measure power of a communicating signal. ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് സിഗ്നലിന്റെ പവർ മെഷർ ചെയ്യാൻ പവർ മീറ്റർ ഉപയോഗിക്കുന്നു. It also used to find out insertion loss of a cable with the help of a light source. ഒരു കേബിളിൽ ഉണ്ടാവുന്ന ഇൻസർഷൻ ലോസ് കണ്ടുപിടിക്കാനും പവർ മീറ്റർ
ഉപയോഗിക്കുന്നു. What is insertion loss? It is a loss when a light is about to enter the optical fiber cable. It is a initial loss in optical fiber communication. It describes the difference between the amount of light sent into the fiber optical cable and the amount of light successfully coupled into the optical fiber cable. എന്ന് വെച്ചാൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ നമ്മൾ നൽകുന്ന പവർ മുഴുവനായി കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. കുറച്ച് ലോസസ് വരുന്നു. ഈ ലോസിനെയാണ് ഇൻസർഷൻ ലോസ് എന്ന് പറയുന്നത്. അടുത്തതായി ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സിനെ കുറിച്ച് പഠിക്കാം. വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സ്? Optical light source is a device used to produce light rays which will be coupled to optical fiber cable. It is used to test the optical fiber cable with the help of power meter. Optical light source എന്നത് ഒരു കേബിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായ സിഗ്നൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നത്. This source are either LED or laser source. LED source is used for multi-mode transmission and laser source is used for single mode transmission. Normally, a optical light source having 5 standard wavelengths. 665 nanometer is used for plastic optical fiber testing. 850 nanometer or 1300 nanometer is used for multi-mode transmission cable testing. 1310 nanometer or 1550 nanometer is used for single mode cables. അതായത് 665 നാനോമീറ്റർ വേവ് ലെങ്ത് പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനും 850 നാനോമീറ്റർ അല്ലെങ്കിൽ 1300 നാനോമീറ്റർ മൾട്ടിമോഡ് കേബിളുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനും 1310 നാനോമീറ്റർ അല്ലെങ്കിൽ 1550 നാനോമീറ്റർ സിംഗിൾ മോഡ് കേബിളുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തതായി ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സിന്റെ കീകളെ ചിത്രത്തിന്റെ സഹായത്തോടുകൂടി പരിചയപ്പെടാം. ഓൺ ഓഫ് സ്വിച്ച്, ഇത് ലൈറ്റ് സോഴ്സ് ഓൺ ആക്കുന്നതിനും ഓഫ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. വേവ് അല്ലെങ്കിൽ ലാംഡ സ്വിച്ച്, ഇത് ആവശ്യമായ വേവ് ലെങ്ത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് മോഡ് സ്വിച്ച്, ഇത് കണ്ടിന്യൂസ് വേവ് ലൈറ്റ് ആണോ മോഡുലേറ്റഡ് വേവ് ലൈറ്റ് ആണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പവർ മീറ്ററും ലൈറ്റ് സോഴ്സും ഉപയോഗിച്ച് ഒരു കേബിളിന്റെ ഇൻസർഷൻ ലോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇതിനുവേണ്ടി ഒരു പവർ മീറ്റർ, പാച്ച് കേബിൾ, ലൈറ്റ് സോഴ്സ്, ഇവിടെ ലൈറ്റ് സോഴ്സ് ഇല്ലാത്തതിനാൽ ഞാനൊരു VFL എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യേണ്ട കേബിൾ എന്നിവ ആവശ്യമാണ്. ആദ്യം പവർ മീറ്റർ ഓൺ ചെയ്യുന്നു. വേവ് ലെങ്ത് സെലക്ട് ചെയ്യേണ്ടത്. ഓട്ടോ ഓഫ് എന്ന ഫാസിലിറ്റീസ് കാണാം. ഇത് പവർ മീറ്റർ 10 മിനിറ്റിന് ശേഷം ഓഫ് ആവുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ ഈ സിഗ്നൽ, ഈ ചിഹ്നം കാണാം ഓട്ടോ ഓഫിൻ്റെ. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവില്ല. ഈ ലൈറ്റ് എന്ന ബട്ടൺ ബാക്ക് ലൈറ്റ് ഓണും ഓഫും ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പ്രസ് ചെയ്താൽ ഓഫ് ആവുന്നു. ഇപ്പോൾ ഓണായി. DB എന്ന സ്വിച്ച് മെഷർ ചെയ്യുന്ന പവർ DBM-ൽ വേണോ DB-യിൽ വേണോ എന്ന് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇവിടെ DBM-ലാണ്. DB-യിലാവണമെങ്കിൽ ഒരു പ്ലസും കൂടി കൊടുത്താൽ മതി. DB ഇവിടെയായി, ഇവിടെ DBM-ൽ വന്നു. നാനോ വാട്ടിലും ഇവിടെ കാണാം. ഞാൻ DB-യിലിടുന്നു. അടുത്തതായി ലാംഡ സ്വിച്ച്. ഈ സ്വിച്ച് 8 വേവ് ലെങ്ത്തുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. 850 നാനോമീറ്റർ, 980 നാനോമീറ്റർ, 1300 നാനോമീറ്റർ, 1310 നാനോമീറ്റർ, 1490 നാനോമീറ്റർ, 1550 നാനോമീറ്റർ,
1625 നാനോമീറ്റർ എന്നിവ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ 850 നാനോമീറ്റർ ആണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ലൈറ്റ് സോഴ്സ് 650 നാനോമീറ്ററിൻ്റേതാണ്. അത് ഏകദേശം ഞാൻ സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഏതാണോ കേബിൾ ടെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ്. സിംഗിൾ മോഡ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ 1310 അല്ലെങ്കിൽ 1550 ആണ് സെലക്ട് ചെയ്യേണ്ടത്. മൾട്ടി മോഡാണെങ്കിൽ 850 നാനോമീറ്റർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഒരു പാച്ച് കോഡ് കണക്ട് ചെയ്യാം. ഇവിടെ SC കണക്ടറാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ചേഞ്ചബിൾ അഡാപ്റ്ററാണ്. ഇത് വെച്ച് SC, ST, LC അഡാപ്റ്ററുകൾ മാറി മാറി ഉപയോഗിക്കാം. ഇവിടെ ഞാൻ SC ഉപയോഗിച്ചിരിക്കുന്നു. കേബിൾ കണക്ട് ചെയ്യുന്നു. കേബിളിൻ്റെ മറ്റേ എൻഡ് ലൈറ്റ് സോഴ്സ് VFL കണക്ട് ചെയ്യുന്നു. VFL ഓൺ ചെയ്തു. അതിൻ്റെ പവർ ഇവിടെ പരിശോധിക്കാം. 7.87 dB ആണ്. dBm-ലാണെങ്കിൽ -42.06 dBm. ഇത് ഇവിടേക്ക് നോക്കൂ. dBm-ൽ ഇവിടേക്ക് വലുതായി കാണണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റിയാൽ മതി. കുറച്ചും കൂടി മാറ്റിക്കഴിഞ്ഞാൽ dBm-ൽ വന്നു. അടുത്ത പ്രസ്സിൽ ഇത് 0 ആയി സെറ്റ് ചെയ്യുന്നു. ഇൻസർഷൻ ലോസ് മെഷർ ചെയ്യുന്നതിനെക്കാട്ടും മുമ്പേ 0-ൽ സെറ്റ് ചെയ്യണം. അത് ഒന്നുകൂടി പ്രസ് ചെയ്താൽ മതി. നോക്കൂ, 0 വന്നു. ഇനി പവർ മീറ്ററിലേക്ക് വരുന്ന ലൈറ്റ് സോഴ്സിൻ്റെ സിഗ്നൽ ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തു. കേബിൾ ടെസ്റ്റ് ചെയ്യേണ്ട കേബിൾ പവർ മീറ്ററിൽ കണക്ട് ചെയ്യണം. ഈ എൻഡ് ഊരി ഇൻ്റർ കണക്റ്റിംഗ് അഡാപ്റ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ട കേബിൾ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ലോക്കൽ കൃത്യമായി ലോക്കായിട്ട് ഇരിക്കണം, കേട് വരാതെ. മറ്റേ എൻഡ് പവർ മീറ്ററുമായി കണക്ട് ചെയ്യുന്നു. VFL ഓൺ ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ഈ കാണുന്നതാണ് ഈ കേബിളിൻ്റെ ഈ എൻഡിലെ ഇൻസർഷൻ ലോസ്. -0.27 dB ആണ്. അടുത്തത് ഓഫ് ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ട കേബിൾ എൻഡുകൾ ഒന്ന് പരസ്പരം മാറ്റുന്നു. ഇവിടെ കണക്ട് ചെയ്തിരുന്ന കേബിളിൻ്റെ എൻഡ് മറ്റേ എൻഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ലൈറ്റ് സോഴ്സ് ഓൺ ചെയ്തു. ഇൻസർഷൻ ലോസ് വീണ്ടും പരിശോധിക്കുന്നു. ഇവിടെയും 0.60 dB ആണ് ഈ കേബിളിലുള്ള എൻഡിനുകളുടെ ഇൻസർഷൻ ലോസ്. ഇപ്പോൾ ഇൻസർഷൻ ലോസ് കണ്ടുപിടിക്കുന്നതെന്നെല്ലാം കണ്ടുവല്ലോ. പവർ മീറ്റർ ഓഫ് ചെയ്യുന്നു. ലൈറ്റ് സോഴ്സും ഓഫ് ചെയ്തു. ഈ പവർ മീറ്ററിൻ്റെ 2-3 പ്രത്യേകതകൾ കൂടി പറയാം. ഈ പവർ മീറ്റർ ഒരു റീചാർജബിൾ ബാറ്ററി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ചാർജിങ് പോർട്ടാണ് ഈ സൈഡിൽ. ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 48 മണിക്കൂർ ഉപയോഗിക്കാം. ലിത്തിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഈ പവർ മീറ്റർ റെക്കോർഡ് ചെയ്യുന്നതിനും സേവ് ചെയ്യുന്നതിനുമുള്ള ഫെസിലിറ്റി ഇല്ല. ചില പവർ മീറ്ററുകളിൽ ഈ ഫെസിലിറ്റി കോഡും ഉണ്ടാവും. കൂടാതെ ചില പവർ മീറ്ററുകളിൽ VFL-ഉം ഇതിനോടൊപ്പം വരുന്ന പവർ മീറ്ററുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. എല്ലാവർക്കും പവർ മീറ്ററും ലൈറ്റ് സോഴ്സും ഉപയോഗിച്ച് ഇൻസർഷൻ ലോസ് കണ്ടുപിടിക്കുന്ന വിധം എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അതിന്റെ പ്രൊസീജിയർ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലീൻ ദ കണക്ടർ എൻഡ് ഫേസസ്. കണക്ടർ എൻഡ് ഫേസസ് നന്നായി ക്ലീൻ ചെയ്യുക. കണക്ട് ദ ലൈറ്റ് സോഴ്സ് to the transmitting end of the reference cable. Light source reference cable ന്റെ transmitting end മായി കണക്ട് ചെയ്യുക. Connect the power meter to the receiver end of reference cable. Reference cable ന്റെ receiver end power meter മായി കണക്ട് ചെയ്യുക. Turn on the source and select the suitable wavelength. Source on ചെയ്ത് wavelength ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക.
Turn on the power meter. Select the power range dBm or dB. Power meter on ചെയ്ത് power range dBm ലോ dB ലോ ഏതിലാണോ മെഷർ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സെലക്ട് ദ വേവ് ലെങ്ത് യു വാണ്ട് ഫോർ ലോസ് ടെസ്റ്റ്. ഏത് കേബിളാണോ ടെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വേവ് ലെങ്ത് പവർ മീറ്ററിലും സെലക്ട് ചെയ്യുക. ഒരു കാര്യം ഓർമ്മിക്കണം, പവർ മീറ്ററിലെയും ലൈറ്റ് സോഴ്സിലെയും വേവ് ലെങ്ത് ഒന്നായിരിക്കണം. നെക്സ്റ്റ് മേക്ക് ദ പവർ മീറ്റർ റീഡിംഗ് 0 dB ബൈ പ്രസിംഗ് റഫറൻസ് കീ. റഫറൻസ് കീ പ്രസ് ചെയ്ത് പവർ മീറ്റർ റീഡിംഗ് 0 dB ആക്കുക. നെക്സ്റ്റ് റിമൂവ് ദ റഫറൻസ് കേബിൾ ഫ്രം പവർ മീറ്റർ ആൻഡ് കണക്ട് ദ എൻഡ് ടു ദ കേബിൾ അണ്ടർ ടെസ്റ്റ്. പവർ മീറ്ററിൽ നിന്ന് റഫറൻസ് കേബിളിന്റെ എൻഡ് റിമൂവ് ചെയ്ത് റഫറൻസ് കേബിളും ഏത് കേബിളാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് തമ്മിൽ കണക്ട് ചെയ്യുക. കണക്ട് അതർ എൻഡ് ഓഫ് ടെസ്റ്റ് കേബിൾ ടു പവർ മീറ്റർ. ടെസ്റ്റ് കേബിളിന്റെ മറ്റേ എൻഡ് പവർ മീറ്ററുമായി കണക്ട് ചെയ്യുക. മെഷർ ദ ഇൻസർഷൻ ലോസ്. ഇപ്പോൾ റീഡിംഗ് കിട്ടുന്നതാണ് നമ്മുടെ ഇൻസർഷൻ ലോസ്. റിപ്പീറ്റ് ദ ടെസ്റ്റ് ബൈ ഇന്റർചേഞ്ച് ദ കണക്ടിംഗ് എൻഡ് ഓഫ് ദ കേബിൾ ടു ഫൈൻഡ് ദ ഇൻസർഷൻ ലോസ് അറ്റ് അതർ എൻഡ് ഓഫ് ദ കേബിൾ. ഈ ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമ്മളുടെ ടെസ്റ്റ് കേബിളിന്റെ എൻഡുകൾ പരസ്പരം മാറ്റിയുകൊണ്ട്. അത് എന്തിനു വേണ്ടി വന്നാൽ മറ്റേ എൻഡിന്റെ ഇൻസർഷൻ ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്തതായി എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് ഒരു പവർ മീറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കീപ് ദ ഫൈബർ കണക്ടർ എൻഡ് ക്ലീൻ. ഫൈബർ എൻഡ് കണക്ടറുകൾ നന്നായി ക്ലീൻ ചെയ്യണം. ആൾവേസ് ക്ലോസ് ദം വിത്ത് എൻഡ് ക്യാപ്സ് ടു പ്രൊട്ടക്ട് ഫ്രം ഡസ്റ്റ്. ഡസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാത്ത സമയത്ത് എൻഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കണം. ഹാൻഡിൽ ഫൈബർ വിത്ത് കെയർ. കേബിളുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. വേവ് ലെങ്ത് ഓഫ് പവർ മീറ്റർ മസ്റ്റ് ബി അഡ്ജസ്റ്റഡ് ആസ് പെർ ദ ടൈപ്പ് ഓഫ് കേബിൾ അണ്ടർ ടെസ്റ്റ്. നമുക്ക് ഏത് കേബിളാണോ ടെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വേവ് ലെങ്ത് പവർ മീറ്ററിലും സോഴ്സിലും സെലക്ട് ചെയ്യണം. യെസ് ദ പവർ ലെവൽ ഷോൺ വിൽ ബി റോങ്. അല്ലെങ്കിൽ പവർ ലെവൽ കാണിക്കുന്നത് തെറ്റായിരിക്കും. ഡോണ്ട് ബെൻഡ് ദ ഫൈബർ ഷാർപ്ലി. ഒരിക്കലും കേബിളുകൾ ഷാർപ്പായി ബെൻഡ് ചെയ്യാൻ പാടില്ല, അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഡോണ്ട് ലുക്ക് ഡയറക്ട്ലി ഓൺ ലേസർ സോഴ്സ് വിത്ത് നേക്കഡ് ഐ. നഗ്ന നേത്രം കൊണ്ട് ഒരിക്കലും ലേസർ സോഴ്സിലേക്ക് ഡയറക്റ്റ് നോക്കാൻ പാടില്ല. ഇന്നെടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഞാനൊരു 4 അസൈൻമെന്റ് തരുന്നുണ്ട്. അസൈൻമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, വാട്ട് ആർ ദ ലോസസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനുള്ള ലോസുകൾ എന്തെല്ലാം? റൈറ്റ് ദ നെയിം ഓഫ് ടെസ്റ്റ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എക്യുപ്മെന്റ്സ് ഏതെല്ലാം എന്ന് എഴുതണം. റൈറ്റ് ദ ഇൻസർഷൻ ലോസ് ടെസ്റ്റ് പ്രൊസീജിയർ. ഇൻസർഷൻ ലോസ് ടെസ്റ്റിന്റെ പ്രൊസീജിയർ. റൈറ്റ് ദ സേഫ്റ്റി പ്രിക്കോഷൻസ് വൈൽ യൂസിംഗ് പവർ മീറ്റർ. ഒരു പവർ മീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിക്കോഷൻസ് എന്താണെന്ന് നിങ്ങളുടെ അധ്യാപകർക്ക് എഴുതി നൽകണം. I would like to conclude my class. Thank you.